ആതിര വിനോദ് രാവിലെ 9 മണിയോടെയാണ് തട്ടാരമ്പലം ശ്രീ ദുർഗാദേവി ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നത്. തൻ്റെ സകല പ്രൗഢിയും വിളിച്ചോതുന്ന ഒരു വരവായിരുന്നു അത്. നെറ്റിപ്പട്ടം കെട്ടിയ ശോഭയിൽ പൊതുവെ ഉയർന്ന ആ മസ്തകം ഒന്നുകൂടി തിളങ്ങി. നാഷണൽ അവാർഡ് വേദിയിൽ പുരസ്കാരം വാങ്ങുന്നതിന് താരങ്ങൾ നടത്തുന്ന റിഹേഴ്സൽ പോലെ ചില മുന്നൊരുക്കങ്ങൾ വിനോദ് നടത്തുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ഭാവപ്രകടനങ്ങൾ. ആടയാഭരണങ്ങൾക്കും യാതൊരു കുറവുമില്ലായിരുന്നു. കഴുത്തുമണി, പള്ളമണി, മുൻകാലിൽ കെട്ടുന്ന നടമണി എന്നിവയൊക്കെ അണിഞ്ഞ് വിനോദ് തൻ്റെ സൂപ്പർ പദവി നന്നായി ആസ്വദിച്ചു നിന്നു. വിനോദ് എത്തിച്ചേരുന്നതിന് വളരെ മുന്നേ മറ്റുള്ള ആനകൾ ക്ഷേത്രമുറ്റത്ത് നിരന്നിരുന്നു. എല്ലാം ഭംഗിയാക്കണം എന്ന കാരണവരുടെ മട്ടിലാണ് പാമ്പാടി രാജൻ നിന്നിരുന്നത്. തനിക്കൊപ്പം അല്ലെങ്കിൽ നാളെ തന്നേക്കാൾ ഉയരങ്ങൾ കീഴടക്കുവാൻ കുതിക്കുന്ന പ്രിയപ്പെട്ട അനുജനെ ക്ഷമയോടെ കാത്തുനിന്ന് എതിരേറ്റു രാജൻ. അതിനെ തുടർന്ന് മറ്റുള്ളവരും അവന് നമസ്കാരം നൽകി. ക്ഷേത്രമുറ്റത്തപ്പോഴേക്കും ജനങ്ങളുടെ വലിയൊരു കൂട്ടം നിരന്നു കഴിഞ്ഞിരുന്നു. താലപ്പൊലി ഏന്തിയ അങ്കനമാർ മുന്നിൽ നിരന്നു. പഞ്ചവാദ്യവും ചെണ്ടമേളവും പമ്പാമേളവും ഉണർന്നു മുറുകി. താളമേളത്തിൽ ജനങ്ങൾ ആർപ്പ് വിളിച്ചു. മുത്തുക്കുടയുടെ വർണ്ണഭംഗി നടവഴിയിൽ നിറഞ്ഞു. കാട്ടുവള്ളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്ര അങ്ങനെ സമാരംഭിച്ചു. ഏറ്റവും മുന്നിലായി പാമ്പാടി രാജൻ, തൊട്ടു പിന്നിലായി വിനോദ്, മറ്റുള്ളവർ നിരനിരയായി പിന്നിലും. ഒരു ദേശത്തിൻ്റെ ആദരവിന് മുന്നിൽ വിനീതനായി വിനോദും കൂട്ടാളികളും അങ്ങനെ നടന്നു. വഴിയോരങ്ങളിൽ അവരെയും കാത്ത് നിരവധി പേർ നിന്നിരുന്നു. വെറുതെ ആയിരുന്നില്ല അവർ നിന്നിരുന്നത്. അവർ വിനോദിനെ പൂമാലകൾ നൽകി സ്വീകരിച്ചു. പിന്നെ കരിമ്പും പനമ്പട്ടയും ശർക്കരയും പഴവും ചക്കയും ഒക്കെ തീറ്റയായി നൽകി. വിനോദിന് മാത്രമല്ല, മറ്റുള്ളവർക്കും കിട്ടി മതിയാവോളം ഭക്ഷണം. പുഷ്പവൃഷ്ടിയും ആർപ്പുവിളികളുമായുള്ള യാത്ര. ഓരോ നാട്ടിടവഴിയിലും കാത്തുനിന്നവർ വിനോദിനെയും കൂട്ടരെയും ജയ് വിളികളോടെ സ്വീകരിച്ചു. ഫസ്റ്റ് ഷോയ്ക്ക് ഫാൻസ് അസോസിയേഷൻകാർ ഒരുക്കുന്ന മേളവും താളവും ആവേശവും ആർപ്പുവിളികളും അങ്ങനെ ആ വഴിയിലുടനീളം ഉണരുന്ന പ്രതീതിയാണ് പിന്നീടുണ്ടായത്. പഞ്ചവാദ്യവും കുഴലും ചെണ്ടയും ഒന്നും വിശ്രമമറിയാത്ത നിമിഷങ്ങൾ. തൻ്റെ പ്രതാപം ഒട്ടും കുറയ്ക്കാതെ വിനോദ്. ഇതിലപ്പുറം എന്താണ് ഒരു ഗജവീരന് വേണ്ടത്? ഗജരാജപട്ടം സമ്മാനിക്കുന്ന ചടങ്ങുകളാണ് പിന്നീട് നടന്നത്. ആതിര വിനോദിനെ പാമ്പാടി രാജൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രമുറ്റത്തേക്ക് ആനയിച്ചു. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയിൽ ഓരോ കൊമ്പനും ആതിര വിനോദിനെ വണങ്ങി. കൂട്ടത്തിൽ ഭഗവാന് വണങ്ങി വന്ന വിനോദ് മാതംഗശാസ്ത്രത്തിലെ ഗജലക്ഷണങ്ങൾ കാട്ടി തലയെടുപ്പോടുകൂടി നിന്നു. ആനസ്നേഹികൾ അവൻ്റെ അഴകളവുകൾ അളന്നു. ഇന്നെൻ്റെ ദിവസമാണ്, അതെ എൻ്റെ ദിവസം മാത്രം എന്ന മട്ടിൽ വിനോദ് നിന്നു. ശാസ്താവിന് ദർശനമായി നിന്നുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ പൂജിച്ച മാല ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്ലാക്കുടിയില്ലം ഈശാനൻ നമ്പൂതിരി വിനോദിന് നൽകി. ഓരോ നിമിഷവും ഉത്സവഭരിതമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു യുവജന സമിതി പ്രവർത്തകർ. ശാസ്താവിൻ്റെ ശരണമൊഴികൾ അവിടെ മാകെ അലയടിച്ചുയർന്നു. വിനോദിന് നൽകിയ പട്ടം ക്ഷേത്രം തന്ത്രിയിൽ നിന്നും മുതുകുളം മധു സ്വീകരിച്ചു. പിന്നെ അത് അവനെ അണിയിച്ചു. പ്രശസ്തി പത്രവും പൊന്നാടയും എല്ലാം നൽകുമ്പോൾ ആർപ്പുവിളി അതിൻ്റെ ഉയരങ്ങൾ ഭേദിച്ചുകൊണ്ടേയിരുന്നു.
തുമ്പി ഇളക്കിയും ചെവിയാട്ടിയും കണ്ണുകളിൽ തിളങ്ങുന്ന അഭിമാനബോധവുമായി വിനോദ് തനിക്ക് ലഭിച്ച അംഗീകാരങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ഒരു നാടും അവിടുത്തെ ജനങ്ങളും നൽകിയ വലിയൊരു അംഗീകാരം അതിൻ്റെ എല്ലാ നിറവോടും കൂടി ഏറ്റുവാങ്ങുമ്പോൾ നിറഞ്ഞ ഭക്തിയിലായിരുന്നു വിനോദ്. ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരായി മുന്നിൽ നിന്നത് ഗോപൻ, ശൈലേഷ്, അജിത് കുമാർ, സുരേഷ്, ചന്ദ്രശേഖരൻ എന്നിവരായിരുന്നു. തനിക്ക് തന്ന അംഗീകാരത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിനോദ് ഇവർക്കൊപ്പം ഏറെ നേരം ചെലവിട്ടു. കഴുത്തിൽ തൂങ്ങിയാടുന്ന ഗജരാജപ്പട്ടത്തിൽ ഇടയ്ക്കിടെ ആവോളം നോക്കി നിൽക്കുകയും ചെയ്തു വിനോദ്. അഭിമാനത്തോടെ, കൂടുതൽ ഉണർവോടെയുള്ള പ്രയാണത്തിന് ഈ അംഗീകാരം ശക്തി പകരട്ടെ.